അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള പാഠമാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. അപ്പോൾ അതിൻ്റെ ഒരു അപ്രിസിയേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇതൊരു സ്പീച്ചാണ്. ഓക്കെ, സീസറിൻ്റെ ഫ്യൂണറൽ സമയത്ത് മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു സ്പീച്ചാണ്. എഴുതിയിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റൈമൊന്നുമില്ല. ഓക്കെ, അൺറൈംഡ് ആണ്. ഓക്കെ, ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പീച്ചാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വേൾഡ് ലിറ്ററേച്ചർ എടുത്താൽ തന്നെ അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീച്ചാണിത്. ഓക്കെ, നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മളും അതിലോട്ട് നമ്മളെയും അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സ്പീച്ചാണിതെന്ന് പറയുന്നത്. അപ്പം എങ്ങനെ തൻ്റെ വാക്കുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പ്രസംഗ പാഠം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ഈ ഒരു സ്പീച്ച്. ഓക്കെ, അപ്പം ഇതിന് മുന്നേ നമ്മുടെ ബ്രൂട്ടസ് ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. സ്പീച്ച് നടത്തിയിട്ട് അവിടെയുള്ള റോമിലെ ജനങ്ങളെല്ലാം തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദെൻ അതിനുശേഷം മാർക്ക് ആൻ്റണി സ്പീച്ച് നടത്തുന്നു. ആ സ്പീച്ചിലൂടെ മാർക്ക് ആൻ്റണി ബ്രൂട്ടസിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ജനങ്ങളെ തൻ്റെ പക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് സീസർ വളരെ ഓണറബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ റോമിലെ ജനങ്ങളെ സ്നേഹിച്ചിരുന്ന ഒട്ടും അംബീഷ്യസ് അല്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്ന് കാണിച്ചു തരുന്ന, അങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ചെടുക്കുന്നൊരു സ്പീച്ചാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്രിസിയേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ ഫ്യൂണറൽ സ്പീച്ച് ബിഗിനിങ് വിത്ത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ഈസ് ഡെലിവേർഡ് ബൈ മാർക്ക് ആൻ്റണി ഇൻ ജൂലിയസ് സീസർ ബൈ വില്യം ഷേക്സ്പിയർ. അപ്പം വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഡ്രാമയ്ക്കകത്ത് മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു സ്പീച്ചാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച്. It is one of the most powerful speeches in English drama and marks a turning point in the play. അപ്പോൾ ഇംഗ്ലീഷ് ഡ്രാമ, ഓക്കെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നെടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നാടകം എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പീച്ചുകളിൽ ഒന്നാണിതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു നാടകത്തിനകത്ത് തന്നെ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരി ഉണ്ടാക്കുന്ന ഒരു സ്പീച്ചും കൂടിയാണിതെന്ന് പറയുന്നത്. After the assassination of Julius Caesar, Brutus addresses the Roman citizens and justifies the murder by calling Caesar ambitious. അപ്പം സീസറിനെ ബ്രൂട്ടസും കൂട്ടരും ചേർന്ന് വധിക്കുന്നു. ഓക്കെ, കുത്തിക്കൊല്ലുന്നു. ഓക്കെ, അതിനുശേഷം ബ്രൂട്ടസ് നമ്മുടെ റോമിലെ ജനങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് താൻ ചെയ്ത പ്രവൃത്തിയെ അങ്ങോട്ട് ന്യായീകരിക്കുകയാണ്. ഓക്കെ, അതായത് സീസർ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു ദുരാഗ്രഹിയായിരുന്നു, അല്ലെങ്കിൽ അത്യാഗ്രഹിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. ഓക്കെ, then Antony speaks at the funeral, appearing calm and respectful toward the conspirators. അപ്പം അടുത്തൊരു ചാൻസ് ആൻ്റണിക്ക് സംസാരിക്കാനായിട്ട് കിട്ടുന്നു. പുള്ളിക്കാരൻ വളരെ കാമായിട്ടും വളരെ ഈ ഗൂഢാലോചന നടത്തിയ ബ്രൂട്ടസിനോടും കൂട്ടരോടും വളരെ റെസ്പെക്റ്റോടു കൂടിയൊക്കെ പുള്ളി സ്പീച്ച് തുടങ്ങുകയാണ്. കാരണം പുള്ളിക്ക് പുറമെ ആദ്യമേ തുറന്ന് പറയാൻ പറ്റത്തില്ല, ബ്രൂട്ടസ് ഒരു മോശപ്പെട്ട ആളാണ്, ബ്രൂട്ടസും കൂട്ടരും ചേർന്നാണ് സീസറിനെ കൊന്നതൊന്നും പറ്റത്തില്ല. പുള്ളിക്ക് അങ്ങനെ ഓപ്പൺലി പറയാൻ പറ്റത്തില്ല. സോ പുള്ളിക്കാരൻ ബ്രൂട്ടസ് നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ഇൻറ്റേർണൽ മീനിങ് ആക്കി, അല്ലെങ്കിൽ അതിനൊരു ഐറോണിക്കലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇവിടെ പുള്ളി ഉപയോഗിക്കുന്ന ടെക്നീക്കിനെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് വെർബൽ ഐറണി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയും, പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് മറ്റൊരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് ആൾക്കാരുടെ മനസ്സിൽ അതിന് പ്രസക്തി ഇല്ലാതാക്കുന്നു. ഓക്കെ, ഇപ്പോൾ റിപ്പീറ്റ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ, ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്നിങ്ങനെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇതെന്തുവാ കുറേ നേരം കൊണ്ട് ഇതല്ലേ പറയുന്നത്, പിന്നെ നമ്മളെ മനസ്സിൽ അത് കയറത്തില്ല, നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ടെക്നീക്സ് ഉപയോഗിച്ചിട്ടാണ് പുള്ളി ജനങ്ങളെ തൻ്റെ പക്ഷത്തേക്ക് തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ Antony speaks at the funeral, appearing calm and respectful toward the conspirators. However, through careful words and emotional appeal, he slowly changes the minds of the people and turns them against Brutus and the others. Okay, അപ്പോൾ അങ്ങനെ പതിയെ തൻ്റെ കെയർഫുൾ ആയിട്ടുള്ള വാക്കുകളിലൂടെയും ജനങ്ങളെ ഇമോഷണലായിട്ട് അഭിസംബോധന ചെയ്ത് അവരോട് സംസാരിച്ചും ഒക്കെ പതിയെ ബ്രൂട്ടസിനും മറ്റുള്ള ആൾക്കാർക്കും എതിരെ ആയിട്ട് ഈ ജനങ്ങളുടെ മനസ്സ് ആര് തിരിക്കുന്നു? നമ്മുടെ ആൻ്റണി തിരിക്കുന്നു. ഓക്കെ, in the first part of the speech, Antony wins the crowd's attention by saying,
ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ക്രിയേറ്റിംഗ് എ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻ. അപ്പോൾ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് വിളിച്ച് തുടങ്ങുന്നത്? ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഓക്കെ, ഇപ്പം എൻ്റെ സുഹൃത്തുക്കളും ഓക്കെ അതേപോലെ തന്നെ എന്താണ് എൻ്റെ രാജ്യത്തിലെ ജനങ്ങളും ഒക്കെ ആയിട്ടുള്ള എന്താണ് എൻ്റെ പ്രിയപ്പെട്ട എന്താണ് റോമാക്കാരെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് വിളിക്കുന്നതിലൂടെ അവിടെ എന്താണ് ആ ജനങ്ങളുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ, ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഇവിടെ ആർക്ക് പറ്റുന്നു? നമ്മുടെ മാർക്ക് ആൻ്റണിക്ക് പറ്റുന്നു. ഹീ ക്ലെയിംസ് ഐ കം ടു ബെറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. അദ്ദേഹം പറയുവാണ്, ഞാനിവിടെ എന്തിനാണ് വന്നത്? ഞാനിവിടെ സീസറിനെ അടക്കം ചെയ്യാനാണ് വന്നത്, ബെറി ചെയ്യാനാണ് വന്നത്, അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനൊന്നും അല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ജീവിച്ചു വന്നപ്പോൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും എന്താണ് അത് മഹത്വവൽക്കരിച്ച് പറയാനൊന്നുമല്ല ഞാനിവിടെ വന്നത്. ഓക്കെ, അപ്പം ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബ്രൂട്ടസിനൊന്നും എന്ത് തോന്നാൻ പാടില്ല, ഒരു സംശയം തോന്നാൻ പാടില്ല. കാരണം പുള്ളിക്കാരൻ അവർക്കെതിരെ സംസാരിക്കാൻ വന്നതാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തുടക്കത്തിൽ അവർക്ക് മനസ്സിലാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. But the statement is ironic because his real purpose is to praise Caesar and question the conspirators' actions. അപ്പം ഇവിടെ ഒരു ഐറോണിക്കാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു വരി തന്നെ ഐറോണിക്കാണ്. കാരണം അവിടെ മാർക്ക് ആൻ്റണി വന്നിട്ടുള്ളത് റിയൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിനാണ് വന്നത്? ഓക്കെ, സീസറിനെ മഹത്വവൽക്കരിക്കാനാണ് വന്നത്, സീസറിനെ പ്രൈസ് ചെയ്യാനാണ് വന്നത്, അല്ലെങ്കിൽ സീസർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എടുത്തു പറയാനാണ് വന്നത്. then എന്താണ് ആ കോൺസ്പിറേറ്റേഴ്സ്, അവിടെ ഗൂഢാലോചന നടത്തിയ ആൾക്കാരും അവരുടെ പ്രവൃത്തികൾ അതിനെന്താണ് ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാനും സീസർ നല്ല വ്യക്തിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനുമാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, അവിടെ വന്നിട്ടുള്ളത്. ഹി റിമൈൻഡ്സ് ദ പീപ്പിൾ ദാറ്റ് സീസർ ഫിൽഡ് റോംസ് ട്രഷറി വിത്ത് റാൻസം മണി ആൻഡ് ദാറ്റ് വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെബ്റ്റ് ഷോയിങ് സീസേഴ്സ് സിമ്പതി. അപ്പോൾ പറയുന്നുണ്ട് എന്താണ് ഈ റാൻസം മണി കൊണ്ട് എന്ത് ചെയ്തു, സീസർ റോമിലെ ട്രഷറി എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. ഇനി അവിടുത്തെ റോമിലെ പാവപ്പെട്ട ജനങ്ങൾ കരഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ സീസർ എന്ത് ചെയ്തു, കൂടെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സീസറിന് എന്താണ് ജനങ്ങളോട് കൈൻഡ്നസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, സീസർ വളരെ സിമ്പതറ്റിക് ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യം എന്ത് ചെയ്യണം, ജനങ്ങളുടെ മനസ്സിൽ എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും, ചിന്തിക്കണം, സീസർ ഇത്രയും നല്ല മനുഷ്യനായിരുന്നു അല്ലേ, എന്നിട്ടാണ് സീസർ അംബീഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, ബ്രൂട്ടസും കൂട്ടരും ചേർന്ന് സീസറിനെ കൊന്നത്, എന്നിട്ട് ചെയ്ത പ്രവൃത്തി നല്ലതായിരുന്നു അല്ലെങ്കിൽ ശരിയായിരുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, ആ കൂട്ടർ ഇതിനെ ന്യായീകരിക്കുന്നത് എന്നൊക്കെ ഇവിടെ ആര് തിരിച്ചറിയണം, ആര് റിയലൈസ് ചെയ്യണം, ജനങ്ങൾ റിയലൈസ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ആര് പറയുന്നത്, മാർക്ക് ആൻ്റണി പറയുന്നത്. ഹി ഓൾസോ മെൻഷൻസ് ദാറ്റ് സീസർ റിഫ്യൂസ് ദ ക്രൗൺ 3 times, ഓക്കെ, ആസ്കിങ് വാസ് ദിസ് അംബിഷൻ. അപ്പം പുള്ളി പറയുവാണ്, ഞാൻ 3 തവണ എന്ത് ചെയ്തു, നമ്മുടെ സീസറിന് എന്താണ് ക്രൗൺ ഓഫർ ചെയ്തതാണ്, കിരീടം എന്ത് ചെയ്തതാണ്, ഞാൻ ഓഫർ ചെയ്തതാണ്, പക്ഷേ 3 തവണയും പുള്ളി എന്ത് ചെയ്തു, അത് വേണ്ടാന്ന് പറഞ്ഞു, റിഫ്യൂസ് ചെയ്തു. അപ്പം ഇതാണോ അംബിഷൻ എന്ന് എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ മോഡലിൽ നമ്മുടെ ഇതിനകത്ത് ചോദിക്കുന്ന സാധനങ്ങളെ നമ്മൾ വിളിക്കുക എന്ന പേരാണ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, through these examples Antony makes the crowd think for themselves rather than directly attacking ബ്രൂട്ടസിനെ നേരിട്ട് താൻ എന്താണ് ബ്രൂട്ടസ് കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ബ്രൂട്ടസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം സീസറിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളുടെ പക്ഷത്തേക്ക് വിടുകയാണ്. ചിന്തിച്ച് നോക്കണം, ജനങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം, സീസർ നല്ല വ്യക്തിയായിരുന്നോ മോശപ്പെട്ട വ്യക്തിയായിരുന്നോ എന്ന് ആര് ചിന്തിച്ച് നോക്കണം, ജനങ്ങൾ ചിന്തിച്ച് നോക്കണം. അപ്പം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, then by the time he says my heart is in the coffin there with Caesar, he has already stirred deep sympathy and a doubt among the listeners. അപ്പം പുള്ളിക്കാരൻ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വികാരാധീനമായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്, അതാ അവിടെ ആരുടെ ഒപ്പമാണ് കിടക്കുന്നത്, സീസറിൻ്റെ ഒപ്പമാണ് കിടക്കുന്നത്. ഓക്കെ, സീസറിൻ്റെ എന്താണ് കോഫിനിൽ കിടക്കുവാണ്. ഓക്കെ, ആ ശവപ്പെട്ടിക്കകത്ത് ആണ് എൻ്റെ ഹൃദയം കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ എന്ത് ചെയ്യാണ്, അങ്ങ് വല്ലാണ്ട് എന്ത് ചെയ്യുന്നു, ആയി പോകുന്നു, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഓക്കെ, അപ്പം താങ്കൾ എന്താണ് ഇത്രയും സമയം എന്ത് ചെയ്തു, സീസറിനെ കുറ്റപ്പെടുത്തി മോശക്കാരനായിട്ട് കണ്ടു, അതൊക്കെ ശരിയാണോ? ഓക്കെ, ഇനി എന്താണ് ബ്രൂട്ടസും കൂട്ടരും പറഞ്ഞത് അത് ശരിയാണോ, അത് തെറ്റാണോ എന്ന് എന്താണ് തിരിച്ചറിയാനുള്ളൊരു വെമ്പലുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ അവിടെ നിൽക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു, മാറുന്നു. അപ്പം ഇത്ര ഇമോഷണലായിട്ടൊക്കെ നമ്മുടെ ആൻ്റണി സംസാരിക്കുന്ന സമയത്ത് ഓക്കെ ബ്രൂട്ടസ് ചെയ്തത് തെറ്റാണ്, ബ്രൂട്ടസ് തങ്ങളെ എന്താണ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ളൊരു ധാരണയിലേക്ക്, ബോധ്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ എത്തുന്നു. ഓക്കെ, The speech is admired not only for its dramatic impact but also for its rich poetic devices. അപ്പം ഒത്തിരി റിച്ച് ആയിട്ടുള്ള പോയിറ്റിക് ഡിവൈസസും ഉണ്ട് ഇതിനകത്ത്. ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമല്ല ഇത് ഉണ്ടാക്കുന്നത്, ഒത്തിരി പോയിറ്റിക് ഡിവൈസസും ഉണ്ട്. ഷേക്സ്പിയർ യൂസസ് ഐറണി ഇൻ ദ റിപ്പീറ്റഡ് ലൈൻസ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് പറയുന്ന ലൈൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഐറണിയാണുള്ളത്. യഥാർത്ഥത്തിൽ ബ്രൂട്ടസ് ഓണറബിൾ ആണോ? അല്ല. പക്ഷേ ഇവിടെ ആൻ്റണി റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബട്ട് ആക്ച്വലി വാസ്തവത്തിൽ പുള്ളി എന്തല്ല, ഓണറബിൾ അല്ല. ഓക്കെ,
വിച്ച് ഗ്രാജുവലി ബിക്കം സർക്കാസ്റ്റിക്. അവസാനം അത് എന്തായിട്ട് മാറുന്നു? സർക്കാസ്റ്റിക്. നമ്മളൊന്നും അറിയില്ലേ, അവരെ കളിയാക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിച്ച് പറയുന്നത്, ഓ അവൻ ഭയങ്കര ബുദ്ധിമാനാണ് നമ്മളിങ്ങനെ ചിലരെ പറയത്തില്ലേ. ബുദ്ധിമാൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പുള്ളി അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോടാ ഒക്കെ എന്ന് പറയും. അപ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പുള്ളി ബുദ്ധിമാനല്ല, എന്നാൽ നമ്മൾ കളിയാക്കുന്ന പോലെ എന്ത് ചെയ്യുന്നു പറയുന്നു. ഓക്കെ, നീ ഒരു കില്ലാടി തന്നെ എന്നൊക്കെ നമ്മൾ ചില ആൾക്കാർ പറയാറില്ല, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറയാറില്ല, എടാ നീ ഒരു കേമൻ തന്നെ, കില്ലാടി തന്നെ എന്നൊക്കെ പറയും. ആക്ച്വലി നമ്മൾ കളിയാക്കുന്നതാണ്, എന്നാലും നമ്മളൊരു പോസിറ്റീവ് രീതിയിൽ പറയും. പക്ഷേ സർക്കാസ്റ്റിക്കലി അല്ലെങ്കിൽ ഐറോണിക്കലിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദർ ഈസ് ആൻറ്റിതീസിസ് ഇൻ the evil that men do lives after them. Okay, the good is oft interred with their bones, contrasting evil and good. അവിടെ ആൻറ്റിതീസിസ് ഉണ്ട്, അതായത് ഓപ്പോസിറ്റായിട്ട് പറയുവാണ്. നോർമലി എന്താ പറയുക, ഇവിടെ ആൻറ്റിനെ പറയുന്നത് നമ്മൾ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മരിച്ചു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ മറക്കുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുന്ന തിന്മ എപ്പോഴും എന്ത് ചെയ്യും, മരണശേഷം ആളുകൾ ഓർമ്മിക്കുന്ന പറയുന്നത്. ബട്ട് ദെൻ ഇത് നെഗറ്റീവ്ലിയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പറയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്ത് കഴിഞ്ഞാൽ മരിച്ച ശേഷം എന്ത് ചെയ്യും, ജനങ്ങളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാർ എന്താ പറയുക, നശിച്ചവൻ, മരിച്ചു പോയാൽ നന്നായി, ഒരു ശല്യം ഒഴിഞ്ഞു എന്നല്ലേ പറയത്തുള്ളൂ. പിന്നെ നമ്മളെ ഓർക്കുമായിരുന്നു ആരെങ്കിലും? ഇല്ല. അപ്പം നല്ലത് ചെയ്താൽ നമ്മളെ ഓർക്കും, തിന്മ ചെയ്താൽ ഓർക്കത്തില്ല. പക്ഷേ ഇവിടെ ആൻ്റണി അതെങ്ങനെയാണ് തിരിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ചിന്തിക്കണം. കാരണം സീസർ ജീവിച്ചിരുന്നപ്പോൾ എന്താണ്, റോമിലെ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഇപ്പം ഓർക്കുന്നില്ല. ബ്രൂട്ടസിൻ്റെ വാക്ക് കേട്ട് സീസർ കൊള്ളരാത്തൊരു വ്യക്തിയാണ്, മോശപ്പെട്ട ഒരാളാണെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അത് അവർ മാറി ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്, മാർക്ക് ആൻ്റണി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ Antony uses rhetorical questions like, did this in Caesar seem ambitious to influence the audience thinking? Rhetorical question ഉപയോഗിക്കുന്നത് എന്താണ്, ആൾക്കാരുടെ അവർ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The line, oh judgment, thou art fled to brutish beast, shows apostrophe. അപ്പം ഈ ലൈൻസിനകത്ത് നമുക്ക് apostrophe കാണാൻ പറ്റുന്നുണ്ട്. ടൈം ഒത്തിരി പോയി, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വേഗത്തിൽ പോകുന്നത്. ഓക്കെ, as he addresses judgment as if it were a person. ഇവിടെ ജഡ്ജ്മെൻറ്റിനെ ഒരു പേഴ്സൺ ആക്കി അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ അപ്പോസ്ട്രഫി എന്ന് പറയുക. അപ്പോൾ മേ ബി അതവിടെ എന്താണ്, ജഡ്ജ്മെൻറ്റ് ഒരു പേഴ്സണായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ജഡ്ജ്മെൻറ്റ് അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല, പേഴ്സൺ അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പം മേ ബി പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. അപ്പോൾ ഒരു പേഴ്സണെ അഡ്രസ്സ് ചെയ്യുന്ന രീതിക്ക് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അപ്പോസ്ട്രഫി എന്ന് പറയുക. ഓക്കെ, then the emotional line, my heart is in the coffin there with Caesar, is a metaphor. അപ്പം ഈ ലൈൻ എന്താ എക്സാമ്പിളാണ്, മെറ്റഫർ എക്സാമ്പിളാണ്. എക്സ്പ്രസിങ് ഈസ് ഡീപ്പ് ഗ്രീഫ്, തൻ്റെ അതിയായിട്ടുള്ള വിഷമം, ദുഃഖം കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ലൈൻ അവിടെ ഉപയോഗിക്കുന്നത്. Through these poetic devices, emotional appeal and a clever argument, the speech becomes a masterpiece of persuasion and remains one of the greatest examples of oratory in literature. അപ്പം ഇങ്ങനെയുള്ള എന്താണ്, ഇമോഷണൽ അപ്പീലുകളിലൂടെ, പോയറ്റിക് ഡിവൈസസിലൂടെ, ക്ലെവറായിട്ടുള്ള ആർഗ്യുമെൻറ്റിലൂടെ ഈ ഒരു സ്പീച്ച് എന്തായിട്ട് മാറുന്നുണ്ട്, പെർസുവേഷൻ്റെ മാസ്റ്റർ പീസായിട്ട് മാറുന്നുണ്ട്. പെർസുവേഷൻ മീൻസ് എന്താ, നമുക്കിവിടെ ഈ ഒരു സ്പീച്ചിലൂടെ ആൻ്റണി എന്താ ചെയ്യുന്നത്, റോമിലെ ജനങ്ങളെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, തൻ്റെ വരുതിയിലേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിറ്ററേച്ചറിലെ എന്താണ് ഒറേറ്ററി എക്സാമ്പിൾസിൽ എന്താണ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. സ്പീച്ചസിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പീച്ചുകൾ എന്താണ്, ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു, മാറുകയും ചെയ്യുന്നു. ഓക്കെ, വളരെ നല്ലൊരു പാഠമാണ്, എനിക്ക് വളരെ എൻ്റെ ഫേവറേറ്റ് ആണ്, വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് എൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.